പുതിയ ജിഎസ്ടി പരിഷ്കാരം രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചെന്നൈയിൽ നടന്ന വ്യാപാര വ്യവസായ സംഘടനയുടെ സംയുക്ത സമ്മേളനത്തിൽ ഉയരുന്ന ഭാരതത്തിനായുള്ള നികുതി പരിഷ്കാരങ്ങൾ എന്ന പരിപാടിയിൽ സംസാരിക്കവേ ആയിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ബിജെപിയാണ് എന്ന് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സംഘടിപ്പിച്ച ബിജെപി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 14 കോടി അംഗങ്ങളാണ് പാർട്ടിക്കുള്ളത്. 2 കോടി അംഗങ്ങളാണ് സജീവമായിട്ടുള്ളതെന്നും നദ്ദ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. മണിപ്പൂരിലെ ചുരാചന്ദ്പൂർ ജില്ലയിൽ ആണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. സോമി ഗോത്രത്തിൽ നിന്നുള്ള യുവാക്കളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി എന്നാണ് വിവരം. മോദിയുടെ പരിപാടിക്ക് മുന്നോടിയായി ക്രമീകരിച്ച അലങ്കാരങ്ങൾ നശിപ്പിച്ചുവെന്നാരോപിച്ച് അറസ്റ്റിലായവരെ വിട്ടേക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സംഘം യുവാക്കൾ ചുരാചന്ദ്പൂർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞിരുന്നു. തിരൂരിലെ മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് കെ.ടി. ജലീൽ എം.എൽ. തുച്ഛം വിലയ്ക്ക് ഭൂമി സ്വന്തമാക്കിയവരിൽ നിന്ന് വലിയ തുക നൽകി സർക്കാർ വാങ്ങി എന്ന ആരോപണം നേരിടുന്ന ഇടപാട് വിവാദമായിരിക്കെയാണ് ജലീലിന്റെ പ്രതികരണം. കോൺഗ്രസിനെതിരെ അസമിൽ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താൻ ശിവഭക്തനാണെന്നും അധിക്ഷേപങ്ങളെ വിഷം പോലെ വിഴുങ്ങാൻ താൻ തയ്യാറാണെന്നും മോദി പറഞ്ഞു. ജനങ്ങളാണ് തന്റെ യജമാനന്മാർ, അവരാണ് തന്റെ റിമോട്ട് കൺട്രോൾ, മോദി പറഞ്ഞു. ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന കേസരിയിലെ ലേഖനം ക്രൈസ്തവരെ ഇന്ത്യയുടെ ശത്രുവായി പ്രതിഷ്ഠിക്കുന്നതാണ് എന്ന് രമേശ് ചെന്നിത്തല. ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ബിജെപി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. ലേഖനം ബിജെപി നേതൃത്വം തള്ളിപ്പറയുമോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. തുഞ്ചൻ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി തിരൂരിൽ ഭൂമി ഏറ്റെടുത്തതിൽ അഴിമതി ആരോപിച്ച് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നടത്തിയ പ്രതികരണത്തിന് പിന്നാലെ രേഖകളുമായി കെ.ടി. ജലീലും പി കെ അബ്ദുറബ്ബും. കെ.ടി. ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വേളയിൽ ഉയർന്ന വിലയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് അഴിമതി നടത്തി എന്നാണ് പി കെ ഫിറോസ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് പിന്നാലെ സിപിഎമ്മിനെ വെട്ടിലാക്കുന്ന ഓഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റേത് എന്ന പേരിലാണ് ഈ സന്ദേശം പ്രചരിച്ചത്. സിപിഎം നേതാക്കൾ പണം സമ്പാദിക്കുന്ന രീതി വിശദീകരിക്കുന്നതായിരുന്നു ഓഡിയോ. സിപിഎം നേതാവ് എം കെ കണ്ണൻ, എസ് മൊയ്തീൻ എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുള്ളതായിരുന്നു പ്രചരിച്ച സന്ദേശം. യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പിറന്ന സൈനിക സഖ്യമാണ് നാറ്റോ. അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു വൻശക്തികൾ കൂടി ഇതിന്റെ ഭാഗമാണ്. അംഗരാജ്യങ്ങളുടെ സുരക്ഷയാണ് പ്രധാന അജണ്ട. സമീപകാലങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നടന്ന മിക്ക അധിനിവേശങ്ങൾക്ക് പിന്നിലും ഈ സൈനിക സഖ്യമായിരുന്നു. അഫ്ഗാനിലും ഇറാഖിലുമെല്ലാം നാറ്റോ അധിനിവേശം നടത്തിയിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലെസ്ബിയൻ പങ്കാളികളായ ആദിലയ്ക്കും നൂറയ്ക്കുമെതിരെ സഹമത്സരാർത്ഥിയ ലക്ഷ്മി നടത്തിയ പരാമർശം നേരത്തെ തന്നെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഇത് ചോദ്യം ചെയ്ത മോഹൻലാൽ സ്വീകരിച്ച നിലപാടിനും കയ്യടികൾ ഉയരുകയാണ്.